നമസ്കാരം. വിവിധ കാരണങ്ങൾ കൊണ്ട് സ്വന്തം നാടും വീടും വിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി ജോലിയെടുക്കുവാൻ സാധിക്കാത്ത ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൽ കൂടുതലും വീട്ടമ്മമാരാണ്. ഇത്തരം ആളുകൾക്ക് പ്രയോജനപ്രദമായ ഒരു വീഡിയോയാണ് സംരംഭകത്വ വികസന പരിപാടികളും തൊഴിൽ പരിശീലനവും ഒക്കെയായി മുന്നോട്ട് പോകുന്ന വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനത്തിന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും കോഓർഡിനേറ്റേഴ്സിനെ ആവശ്യമുണ്ട്. വിവിധ സംരംഭകത്വ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, സ്വയം തൊഴിൽ പരിശീലന പദ്ധതികൾ സംഘടിപ്പിക്കുക, പഞ്ചായത്തും മറ്റ് വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ട് സംരംഭം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക. അത് സ്വയം തൊഴിൽ പരിശീലനമാകാം, അവർക്ക് വേണ്ടി പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതാകാം, വിവിധ സബ്സിഡികൾ വായ്പകൾ നേടിക്കൊടുക്കുന്നതാകാം, അതുപോലെ തന്നെ ലൈസൻസുകൾ നേടിക്കൊടുക്കുന്നതാകാം. സംരംഭകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്നതാണ് ഈ കോഓർഡിനേറ്റേഴ്സിന്റെ ജോലിയായി വരിക. നിങ്ങളൊരു മികച്ച സംഘാടകനാണെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള കുടുംബശ്രീ പ്രവർത്തകരും മറ്റ് വനിതാ ഗ്രൂപ്പ് പ്രവർത്തകരും ഒക്കെയായി നല്ല ബന്ധമാണ്, പഞ്ചായത്ത് അധികൃതരുമായൊക്കെ നല്ല ബന്ധമാണ്, നിങ്ങളൊരു മികച്ച സംഘാടകനാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിന്റെ കോഓർഡിനേറ്ററായി പ്രവർത്തിക്കുവാൻ സാധിക്കും. ഇത് കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ പ്രവർത്തിക്കുന്ന ഡബിൾ ബെൽ സ്കിൽ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററുമായി സഹകരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. കോഓർഡിനേറ്റേഴ്സിന് ആവശ്യമായ പരിശീലനവും സ്ഥാപനം തന്നെ നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായി അയച്ചു തരുന്നതാണ്. അപ്പോൾ അന്യ സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുവാൻ താല്പര്യമില്ലാത്ത മികച്ച സംഘാടക മികവ് പുലർത്തുന്ന സമീപത്തുള്ള നിങ്ങളുടെ പ്രദേശത്തുള്ള കുടുംബശ്രീ പ്രവർത്തകരുമായും സാമൂഹ്യ പ്രവർത്തകരുമായും പഞ്ചായത്ത് അധികൃതരുമായൊക്കെ നല്ല ബന്ധമുള്ള വനിതകൾക്കും തൊഴിൽരഹിതരായ ചെറുപ്പക്കാർക്കും വിശ്രമ ജീവിതം നയിക്കുന്ന പെൻഷനേഴ്സിനുമൊക്കെ പ്രയോജനപ്രദമാകുന്ന ഒരു അവസരമാണ്. ഈ ഒരു അവസരം മറ്റ് സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നതിനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.